ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ജയറാം ശ്രീറാം ജയ ജയറാം. പൂജ്യായ രാഘവേന്ദ്രായ സത്യധർമ്മരഥായ ച ഭജതാം കൽപ്പവിഷായ നമതാം കാമധേനു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ആദ്യമേ തന്നെ ഈ നല്ല ഒരു വേളയിൽ ഭഗവത് സന്നിധിയിൽ വെച്ച് ഭഗവാനെ പറ്റി 4 വാക്ക് സംസാരിക്കാൻ എനിക്ക് അവസരം ഒരുക്കി തന്ന ക്ഷേത്ര ഭാരവാഹികളോടും പ്രത്യേകിച്ച് ശ്രീ രാഘവേന്ദ്ര ഭട്ടരോടും എൻ്റെ വിനീതമായ നന്ദി ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. രാമനവമി എന്നാൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ശ്രീരാമൻ്റെ ജനന ദിവസം എന്നത്. അയോധ്യയിൽ ദശരഥ മഹാരാജാവിൻ്റെയും കൗസല്യയുടെയും മകനായി ഒരു സാധാരണ മനുഷ്യനായി തന്നെയാണ് ശ്രീരാമൻ ജനിച്ചത്. എന്നാൽ എല്ലാവർക്കും ഒരു മനസ്സിലും തോന്നായി ഭഗവാൻ എന്തുകൊണ്ട് ഒരു സാധാരണ മനുഷ്യൻ്റെ രൂപത്തിൽ അവതാരം എടുത്തു എന്നത്. എന്നാൽ അതിലും ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ അർജുനനോട് പറഞ്ഞ ഒരു വാക്യമുണ്ട്, യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവത് ഭാരതം അത്യുത്മാന അധർമ്മസ്യ തഥാത്മാനം സൃജാമ്യഹം. എപ്പോൾ എവിടെ അധർമ്മം വിളയാടുന്നുവോ, അതായത് ധർമ്മത്തിന് ച്യുതി സംഭവിക്കുമ്പോൾ അപ്പോൾ ഞാൻ അവതരിക്കുമെന്ന്. അതുതന്നെയാണ് രാമൻ്റെ കാര്യത്തിലും ശ്രീരാമൻ്റെ അവതാരത്തിൻ്റെയും ഉദ്ദേശം. പണ്ട് വൈകുണ്ഠലോകത്ത്, അതായത് നാരായണൻ്റെ വാസസ്ഥലമായ വൈകുണ്ഠലോകത്ത് ഈ ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരായ സനന്ദ സനകാദി പുത്രൻ അവർ എപ്പോഴും വന്നു പോയിക്കൊണ്ടും ഇരിക്കുമായിരുന്നു. എന്നാൽ ഒരു ദിവസം ദ്വാരപാലകന്മാർ അവരെ തടഞ്ഞു നിർത്തി എന്തിനാണ് നിങ്ങൾ ഉള്ളിലേക്ക് പോകുന്നത് എന്നതിന് വേണ്ടി ചോദ്യം ചെയ്തപ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങൾ ഭഗവാന്റെ ജ്ഞാനസമ്പാദനത്തിന് വേണ്ടിയാണ് പോകുന്നതെന്നും അതിനുള്ള അനുവാദം ഭഗവാൻ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്നുള്ളതുമാണ്. എന്നാൽ അവരെ തടഞ്ഞു നിർത്തിയതിൻ്റെ ദേഷ്യത്തിൽ അവർ ഇവരെ ഈ ദ്വാരപാലകന്മാരെ ശപിക്കുകയുണ്ടായി. എന്താണ് ആ ശാപമെന്ന് അറിയേണ്ടത്? 3 ജന്മം ഭൂലോകത്ത് അസുരന്മാരായി പിറക്കട്ടെ എന്നായിരുന്നു ആ ശാപം. അങ്ങനെ ഒരു ജന്മത്തിൽ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുമായിട്ടും, പിന്നെ ഒരു ജന്മത്തിൽ ദന്തഭക്തനും ശിശുപാലകനുമായിട്ടും, അടുത്ത ജന്മത്തിൽ രാവണനും കുംഭകർണനുമായിട്ടുമാണ് ദ്വാരപാലകന്മാർ ജന്മമെടുത്തത്. അതിൽ ഹിരണ്യാക്ഷനെ വധിക്കാനായിട്ട് ഭഗവാൻ വരാഹ അവതാരം എടുക്കുകയും ഹിരണ്യകശിപുവിനെ വധിക്കാൻ നരസിംഹ അവതാരം എടുക്കുകയും അങ്ങനെ അവരെ വധിച്ച് അവർക്ക് മോക്ഷം നൽകുകയും ചെയ്തു. ശ്രീകൃഷ്ണ അവതാരമെടുത്താണ് ശിശുപാലനെയും ദന്തഭക്തനെയും വധിച്ചിട്ട് അവർക്ക് മോക്ഷം നൽകിയത്. ശ്രീരാമൻ അവതാരം എടുത്താണ് കുംഭകർണനെയും രാവണനെയും വധിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിലൊരു ചോദ്യം വരാം, എന്തിനാണ് ഈ ഭഗവാന്മാർ അവതാരമെടുക്കുന്നത്? കേവലം അസുരന്മാരെ വധിക്കാൻ വേണ്ടി മാത്രമാണോ എന്നുള്ള കാര്യത്തിൽ. പക്ഷേ അതല്ല, അതിൻ്റെ പുറകിലും ഒരു നീതിസാരമുണ്ട്. അതായത് പണ്ടത്തെ കാലത്ത് 6 ശത്രുക്കൾ, അതായത് 6 അത്രയും അസുരന്മാരെ വധിച്ചിട്ട് ലോകത്ത് രക്ഷണം നൽകിയ ഭഗവാൻ ആ നീതിസാരം നമുക്ക് നൽകുന്നുണ്ട്. അതായത് നമ്മുടെ ഉള്ളിലുള്ള ഷഡ്വൈരികൾ, അതായത് 6 ശത്രുക്കളായ മതം, മാത്സര്യം, ലോഭം, മോഹം തുടങ്ങിയ ശത്രുക്കളെ പുറത്ത് കൊണ്ടുവന്ന് നമ്മൾ സാത്വിക ഗുണം ഉണ്ടാക്കിയെടുക്കുക എന്ന ഒരു ഉദ്ദേശം കൂടി ഉണ്ട്. അതായത് അങ്ങനെയാണ് നമ്മൾ ഭഗവാന്മാരെ ആരാധിക്കണമെന്ന് പറയുന്നത്. അങ്ങനെ രാമനവമി ദിവസത്തിൽ ശ്രീരാമൻ ജനിച്ചത് ചൈത്രമാസത്തിലെ ശുക്ലപക്ഷ നവമി തിഥിയിൽ പുണർദ നക്ഷത്രത്തിൽ ജനിച്ചു. ആ ദിവസമാണ് നമ്മൾ ലോകമെമ്പാടും ശ്രീരാമനവമി എന്ന പേരിൽ ഉത്സവമായി ആഘോഷിക്കുന്നത്. അത് ഇവിടെയും എറണാകുളത്തെ ഹനുമാൻ കോവിലും എല്ലാ കൊല്ലവും ഈ ഉത്സവം 9 ദിവസങ്ങളിലായി വളരെ ആഘോഷമായി കെങ്കേമമായി തന്നെ ആഘോഷിക്കാറുണ്ട്. ഈ കൊല്ലവും അത് ഏപ്രിൽ 8-ാം തീയതി തുടങ്ങി 18-ാം തീയതി വരെയും വളരെ വിപുലമായി തന്നെ ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും എല്ലാ ഭക്തജനങ്ങളും വന്ന് ഭഗവാനെ ദർശിച്ച് ഭഗവാന്റെ ആ
അനുഗ്രഹത്തിന് ആകണമെന്ന് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. എന്തെന്നാൽ ഈ ഒരു ദിവസം ഉത്സവവേളയിൽ ഒരു ദിവസം നമ്മൾ ഭഗവാനെ തൊഴുതു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കൊല്ലം തൊഴുതതിൻ്റെ ഫലം സിദ്ധിക്കുമെന്നാണ് പറയുന്നത്. അതുകൂടാതെ തന്നെ ഈ എല്ലാ ഉത്സവവേളകളിലും എല്ലാ ഭഗവാന്മാരും വളരെ പ്രസന്നചിത്തരായിരിക്കും അത്രേ. കാരണം എന്തെന്നാൽ നിത്യമായിട്ടുള്ള പൂജാതി കർമ്മങ്ങൾ കൂടാതെ സ്പെഷ്യലായിട്ട് ഹോമങ്ങളും പൂജകളും ആ ഉത്സവ സമയത്ത് നടത്തുന്നതിനാൽ ഭഗവാന്റെ ചൈതന്യം ഇരട്ടിക്കുമെന്നാണ് പറയുന്നത്. ആ സമയത്ത് നമ്മൾ ഭഗവാനെ ദർശിച്ച് മനസ്സനുറിഞ്ഞ് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ ഏതാഗ്രഹവും ഭഗവാൻ നടത്തിത്തരും എന്നൊരു പ്രമാണം കൂടി ഇതിൻ്റെ പുറകിലുണ്ട്. അതുകൊണ്ട് എല്ലാവരോടും ഒന്നുകൂടി ഞാൻ അപേക്ഷിക്കുകയാണ്, എല്ലാവരും വന്ന് ഭഗവാനെ തൊഴുത് ഭഗവാന്റെ അനുഗ്രഹം കരസ്ഥമാക്കുകയും എനിക്ക് ഇങ്ങനെ ഒരു അവസരം നൽകിയ ശ്രീ രാഘവേന്ദ്ര ഭട്ടരോട് ഞാൻ വളരെയധികം നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ജയ് ശ്രീ.